ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. ശ്രീരാമ കഥാസാഗരം. നമോ നാരായണായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. എല്ലാ വൺ TV പ്രേക്ഷകർക്കും ശ്രീരാമ ജപാമത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലെ സുഗ്രീവ രാജ്യാഭിഷേകം. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ കഥാസാഗരം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദികർമ്മങ്ങളെ പുണ്യാഹപര്യന്തമഹന്ത ജൈകനീ. രാമാജ്ഞയാതെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായ നൃപേന്ദ്രോചിതം വേരിമൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത സ്നാത്വാജകാമാരകൂത്തമസന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജം അന്തർമുതാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണം ഇനി പൂജനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശാദേ പാദപത്മധ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശും മമാജ്ഞയാ. രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യാം അഭിഷേകമാതരാൽ സാമർത്ഥ്യകുമാരനെ പിന്നെ നീ. യൗവ രാജാത്തമഭിഷേജയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചതുർമാസ്യമാകുലാൽ.
പിന്നെ വരുഷം കഴിഞ്ഞാലനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞുവൻ എന്നോട് ചൊൽകയും വേണം നമസകേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മ ജയ്സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നുപുരി ബുക്കഭിഷേകവും ചെയ്തു വന്യതൂ രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നുകരേറി രഘൂത്തമൻ. ഉന്നതമൂർത്തി ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹുരം കാണായി. സ്ഫാടിക ദീപ്തി കലർന്നു വിളങ്ങിന ഹടകദേശം മണിപ്രഭാരോജ്വലം. വാദവരിഷ ഹിമാദ പവാരണം പാദപവൃന്ദപൂ ഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോജയാമാസസൗ മിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം ഉണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്യുഹം പക്ഷിധ്വജനെ വജിച്ചു തുടങ്ങിനാൻ. സ്ഥാവര ജംഗമാജാതികളേവരും ദേവനെ കണ്ടു സ്തുതിച്ചു മരുവിനാൻ. രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്നിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാമാർഗം ആക്കി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്ക വേണം ദയാനിതേ. നാരദവ്യാസവിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായ ദാസനായുള്ളോരടിയന്നു മുക്തിപ്രദം ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരം ആകയും ഉണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം കേൾക്ക നീയെങ്കിൽ മൽപുജാവിധാനത്തിൽ ഓർക്കിലവസാനമില്ലെന്നറിയ നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ. തന്നെ ഗുഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദര ആചാര്യപൂർവമാരാധിക്കമാമെടോ. ഹൃൽക്കമാലത്തിങ്കലാകിലുമാം പുനരഗ്നീവാങ്കൽ ആകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്ഥണ്ടലത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാദരാൽ മൃല്ലേപനാദിവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലം അറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം. നിത്യം കർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ. ആചാര്യനായതു ഞാൻ എന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയ നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരം ഒക്കെ പ്രസാദമെനിക്കെന്നറിയ നീ. അഗ്നൗ യജിക്ക ഹവിസുകൊണ്ടാദരാൽ അർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ. മുമ്പിലെ സർവപൂജാ ദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. കന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളൽ ആസന മുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരും നാവിർമുത ലിപിന്യാസം കഴിക്കണം. ചെയ്കതത്വന്യാസവും കേശവാധ്യേന ചെയ്ക മമമൂർത്തി പഞ്ചരാന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലശം വെച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം മക്ഷതഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യപ്രധാനാർത്ഥമായും മധു മാജമനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ. മൽക്കലാഞ്ജീവസഞ്ജാം തടീതുജ്വലാം ഹൃക്കമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹം അഖിലം തയാവ്യാപ്തം എന്നുറക്കേണമിളക്കവും കൂടാതെ. ആവാഹേൽ പ്രതിമാദിഷു മൽക്കലാം
ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും മർക്യം തഥാ മധുപർക്കം ഇത്യാദൈ പുനഃ സ്നാനവസ്ത്ര വിഭൂഷണേ. എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. അഗ്രമോക്ത പ്രകാരേണ നീരാജനൈ ധൂപദീപനിവേദ്യൈർബഹു വിസ്തരൈ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കും അറിയ നീ. ഹോമാമഗസ്ത്യോക്ത കുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടും മാമെടോ ചിത്തതാരിങ്കൽ നിനക്കാകുമാരനീ. ഔപാസനാഗ്നൗ ചരുണാഹവിഷാദ സ്വപാദിനോ ചെയ്ക ഹോമം മഹാമദേ. തപ്തജാംബൂനഥ പ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാബുധോത്തമൻ. പാരിഷദാനാം പരിധാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ത്വത്തമാദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസീമാം ഉറപ്പിച്ചു വിനീതനായി മധ്യത്തമാകും പ്രസാദത്തെയും പുനഃ രുത്തമാങ്കേ നിതാ ആനന്ദപൂർവം രക്ഷമാം ഘോരം സംസാരാദിതി മുഹൂരുക്ത നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗൽ ഇത്തം ദിനമനു പൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യം ഏവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സ്വാരൂപ്യവും വരൂ മൈഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലണമോ. ഇത്തമ്മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കനാൻ കേൾക്കതാൻ ചെയ്യിലോ. നിത്യപൂജാബലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട ശേഷം ഇതാരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ വരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജനമോഹിനി നാദേ മമ പ്രിയേ. ഹേവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമ്യക്യമോട് മരുവും ചിരനേരം. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്താപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാവണ്ണം. കേൾക്കാ കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം. നിന്നുടെ കാര്യം വരുത്തീരഭൂത്തമൻ മുന്നവേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരീപിച്ചിൽ ഏതുമെൻ എന്നുടെ മനസ്സേ തോന്നുന്നിതീന്നഹോ. മാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയും ആയിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശോവാ പരശ്ചേതവാത്തവാ മൃത്യുഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടും മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനി ശക്തനായി പാനവും ചെയ്തു മതി മറന്നന്മുഖം. രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകൾ തഞ്ചസാഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമാത്യനുണ്ടെങ്കിലോ പ്രത്യുശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ യാജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സത്വദീപസ്ഥിതന്മാരായ വാനര സത്തവന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കവിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ. പദ്യനവാനിത് ഇല്ലൊരു സംശയം. പദ്യൻ അവ
നദീനില്ലൊരു സംശയം, സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ഞുള മന്ദിരം ബുക്കിരുന്നിടിനാൻ. ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനര സത്തമന്മാരെയും പത്തുതിക്കുന്നും അയച്ചാനഭിമത തത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗ പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാം പോയി ദൂതാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനെ ദുഃഖിച്ചു ആമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ. താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കാഡ്ഗാകുമാരനീ. ജാനകീ ദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചതും അറിഞ്ഞതും ഇല്ലല്ലോ കശിൽ പുരുഷൻ എന്നോട് സംപ്രീതയായി. ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും അനിഷ്ടനവൻ മമ. എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങു ബലാൽ കൊണ്ടുപോരുവാൻ നിർണയം. ജാനകീ ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെ ഒടുക്കുന്നതുണ്ടോ ഒരു സംശയം ഏതും ഇതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നുവല്ലവേ. ചന്ദ്രാനനെ നീ വിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാം. വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലയോ ജനകജ. സുഗ്രീവനും ദയാഹീനൻ അത്രേ തുലാം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീരയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവും എന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്കനീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവാൻ അഗ്രജാമാർഗം ക്രമിക്കണമെന്നിനി സുഗ്രീവനും മതീനില്ലൊരു സംശയം. ഇത്താമരുൾ ചെയ്തു രാഘവനോടതി ക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. വന്ധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യതവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞാനായൊരു സുമിത്രാതനയനും. ആദായ ചാപതൂണീരഖഡ്ഗങ്ങളും ക്രോധേന കന്തുമഭ്യുത്യതും സോദരം. കണ്ടു രഘുപതി ചൊല്ലിനാർ പിന്നെയും ഉണ്ടോന്ന് നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമാസഖി ഹിന്ദു ഭയപ്പെടുത്തിയിടുകെന്നേ വരും. ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിനു പോകാമറിയ നീ. ഇത്തം അവനോട് ചെന്നു ചെന്നാലതി ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗായന വന്നാൽ അതിനനുരൂപമാം ആകൂതമോർത്തു കർത്തവ്യമനന്തരം. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജത്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികൾ എന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുല നജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർദ്ധിച്ചു ദുഷ്കൃതാശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷാവേഷം ധരിച്ചു പരാപര ആനന്ദമൂർത്തി ജഗന്മയാനീശ്വരൻ. നാനാജനങ്ങളും മായാമോഹിച്ചു മാനസമജ്ഞാന സംയുക്തമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മയാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷ്യ വ്യാപാരജാതയാം രാമായണാഭിമദാമാനന്ദദായിനീം. സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വിഹാരാർത്ഥസിദ്ധയേ. തത്തൽ ക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താനനു രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ. കാമാദികളാൽ വിലിപ്തനവ്യയൻ
വ്യാപ്തനനന്ദനാമയൻ ദിവ്യാമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സംജായതേ മുക്തിപ്രദൻ മുനി വൃന്ദാനിഷേവിതൻ. ലക്ഷ്മണകോപം. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാണലുകിട്ടതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു. ചക്രൂകിലൂകില ശബ്ദം പരവശാൽ വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ധൃതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദയാതനായ സമിത്രി വില്ലുംകുഴിയെ കുലച്ചു വലിച്ചിതു പല്ലുക വൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞുതാൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടും ജാതമൂതം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. കച്ചവത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലാർത്താമാ വിളംബിതം വരും. ഉഗ്രനാമഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടും. സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകുന്നു. ചൊന്നതു കേട്ടോരു ബാലീതലയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണാൻ വന്നിതാ നിൽക്കുന്നു. ഗോപുരദ്വാരി പുറത്തുഭാഗത്തിന് കാപേയഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാപത്തതല്ലായിരുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനാതു കേട്ടു മന്ത്രി പരരാമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാനങ്കതനോടുകൂടന്തികെ ചെന്നു വന്നിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായ ഒരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവ മയച്ചതാം താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കുട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമാർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൻ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സ്വാമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തുപാകെ നിന്നരുളുവാൻ അന്തപുരത്തിലാമാറങ്ങെഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനീവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോട് മന്ദം നടന്നിതു. യൂതവന്മാർ മരി വീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു ആനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം കൊണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതി എന്നറിഞ്ഞീലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറുമി ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുപാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽ കൃപയാവരി രക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ പാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിതേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10,000 ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരാകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം. പുത്രകളത്തമിത്രാനുതനാകിയ പൃഥ്വിനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്നിച്ചു കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്നിച്ചു. ഭക്തനായ വിഹ്വലീദക്ഷണനാം കവി സത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാ നീരവു സത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ.
പുത്രാരിപുത്രനെ കൊന്ന ശരമാര്യ പുത്രൻ കരസ്ഥിതാമെന്നും അറിയ നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതി ഉത്തരം മരുതാ പുത്രനും ചൊല്ലിനാൻ. ഇത്താമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവി സത്തമാനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനര പുങ്കവൻ. വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാമോർ കണ്ടീലയോ ഭവാൻ. വേഗേന നാനാധികന്ധരത്തിങ്കൽ നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനര നായകൻ. മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും ആരുടെ ലച്ഛനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവൻ അർഘ്യപാധ്യാദേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതനധ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങൾ ഏവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കിൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനിടൂ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതും ഇടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധി. അങ്ങനെ തന്നെ പുറപ്പെടുമെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി വേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗതാ ധൈര്യ മഞ്ജസാമാനരാസേനയോടും തഥാ ചമരശേതാത പത്രവ്യജനവാൻ സമര സൈന്യാനഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിൻ ആമോദമോടു നടന്നു കബീവരൻ. ഗഹരദ്വാരി ശിലാതലേ വാഴുന്ന വിഹുലമാനസഞ്ചിരാജീനതരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരു മുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം കാന്തം മുതാ കണ്ടു ദൂരാൽ കബിവരൻ. തേരിൽ നിന്നാശുതാഴത്തിറങ്ങിയിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാര വിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ത്യ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരരെ കാരുണ്യമോട് കാടമ്പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തള ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലാം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തീർക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തൊക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാജല സംഭവന്മാരിവർ നാനാസ്വരുദ്ധീപ ശൈലാനിവാസികൾ പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ടു. കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോബലാരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘപാലന്മാരഥാപരെ ശുദ്ധസ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമില്ലവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കബീബലം മൂലഫലധ്വല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ എന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ. കോടിവല്ലുക വൃന്ദാദീവപതി മഹാപ്രൗഢമതി ഹനുമാനീവനെന്നുടെ മന്ത്രിവരൻ മഹാസ്വത്ത് പരാക്രമൻ ഗന്ധവാത്മജ നീശാംശ സംഭവൻ നീലൻ ഗജൻ കവയൻ ഗവാക്ഷൻ ദീർഘ വാലതീ പൂണ്ടവൻ മൈതൻ വിവീതനും കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാദി ശരവൻ സുഷേണനും ശൂരൻ സുമുഖൻ തതീമുഖൻ ദുർമുഖൻ ചേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനേതൻ മമ താരാതനയനാമങ്കദാനിങ്ങനെ ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവ വാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു.
സന്തോഷപൂർണാശു നേത്രാംബുജത്തോടും അന്തർഹതാമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലൂ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വനീ. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരനയച്ചിതു നാലു ദിക്കിങ്കലും. 100,000 കവി വീരന്മാർ പോകണം ഓരോ ദിശിപട നായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈതൻ വിവീതനും തുങ്കന്നളനും ശരവൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവർ. പ്രാണാന്തികം ദണ്ഡമാശു പൂജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോട് മിത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമാങ്കിത മാമു അങ്കുലീയകം മാമിനിക്കുള്ളി വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരി പുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കടസേനാപതികളുമായി ദ്രുതം നഗര ഗ്രാമദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരന്നീളെ നിടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിദ്യാചലാടവി പുക്കൂതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചരാവീരനെ. കണ്ടുവേഗത്തോടടുത്താരിതു ദശ കണ്ടനെന്നോർത്തു കവിവീരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. ഭക്തിമുഖാനില്ലവൻ എന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അന്ധകാരാരണ്യമാശുപൂക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടാവീരരു നങ്ങി വരണ്ടോരു ജിഹയോടും നടക്കുന്ന നേരത്തൊരു ബഹുരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃണഘണച്ചന്നമായോ നദി ലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗജഹംസാദി പക്ഷികൾ ഊർധ്വദേശേ വർണ്ണാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലാമതിയിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞി തിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി. ചെന്നാരതീവ ദൂരം കത്ര കണ്ടിതു മുന്നിലാമാറതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരംബരം. വാപികളുണ്ടു മണിമയവാരിയാൽ അപൂർണകളായ ദീവ വിശദമായി. പൊക്കുവലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമാതുല്യമായി. പീയൂഷ സാമ്യമധുദ്രോണ സംയുത പേയഭക്ഷ്യനഹ സന്നിഹിതങ്ങളായുള്ള വസ്തുക്കളുണ്ടു പലതരം തത്രൈവ. പേയഭക്ഷ്യന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ. വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗോഹോപവം തത്ര ഗേഹേമണി കാഞ്ചനാവിഷ്ടരെ. ചിത്രാകൃതി പൂണ്ടു കണ്ടാരാരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവകജ്വാല സമാപകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണേ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടി വണങ്ങിനാൻ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൻ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതു എങ്ങനെ പോകുന്നതെന്നു പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊങ്ങവേ കേട്ടാലുമെങ്കിലോ സത്യം ഒഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കലയോധ്യയ ഉത്തമമായുണ്ടൊരു ഭൂതലേ തത്രയോ ആണോ ദശരഥാം നൃപൻ
പുത്രരുമുണ്ടാ ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാവന വാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലാമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂ മനൂജനും വാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിലന്യോന്യമായി. എന്നിതന്നഗ്രജനാകിയ വാലിയെ കൊന്നു സുഗ്രീവനും രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു. വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതില്ലാടവും ദക്ഷിണാദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കവീവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹനകൊക്കരും ബുക്കിതറിയാതെ. ദൈവാവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യം എത്രയും ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണ മധു ശുഭേ. യോഗിനി താനും മധു കേട്ടവരോടു വേഗേന മന്നസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വബലമൂലജാലങ്ങളൊക്കവേ ഭക്ഷി സമൃതപാനം ചെയ്തു തൃപ്തരായി. ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി രുചിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപേ പുക്കു. ബന്ധാഞ്ജലിപ്പുണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവം അഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെയതു മൂലം ദിവ്യാപുരാമിതം നൽകിനാനീശ്വരൻ ദിവ്യസംവത്സര നാമയൂതായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹാപുര തത്സഖി ജ്ഞാനിഹ നാംനാ സ്വയംപ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സു ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. പുപാരനാശനാർത്ഥം വിവീനസ്ഥലേ ഭുവതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടു കൊള്ളു മതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാമന്ദിരെ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘുത്തമൻ. പ്രത്യാവരനെ സ്തുതിച്ചാൻ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാൻ സത്വരം പൂർവസ്ഥിതാടവി ബുക്കിതും. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവൻ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ. ശ്രീരാമ കഥാസാഗരം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേപി സുഖിന സന്തു സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരാമ കഥാസാഗരം. ശ്രീരാമകഥാസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.